കർത്തവ്യം. ഞാൻ ചുരുക്കുന്നു. നമ്മൾ ന്യൂനപക്ഷമാണ്. ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ ഉണ്ടാവണം. ഭരണഘടനാനുസൃതമായി അംബേദ്കർ ഭരണഘടനയെ വിവക്ഷിച്ചപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കാണ് അവകാശങ്ങൾ കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ ന്യൂനപക്ഷത്തിൽപ്പെട്ടില്ല. കൊല്ലങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പോഴും അവർക്കുള്ള അവകാശങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വാര്യരായി ഇപ്പുറത്ത് മാറി നിൽക്കുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയി മുന്നോക്ക സംവരണം എന്ന നമ്മളുടെ സ്വപ്നം ഒരു പരിധി വരെ 10% 10% നൽകുന്ന തരത്തിലേക്ക് മുന്നോക്ക സംവരണ കമ്മീഷനും വാര്യർ സമാജവുമായിട്ടുള്ള ചില പ്രാരംഭ ഇടപാടുകളൊക്കെ നടന്നു കഴിഞ്ഞു. ഗോപാലമേനോൻ കമ്മീഷൻ, അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. നമ്മൾ വലിയൊരു മാസ് ഫോഴ്സ് അല്ല, വോട്ട് ബാങ്ക് അല്ല. പക്ഷേ നമ്മെ പോലെ NSSനെ പോലെ അമരവാസികളെ പോലെ ശിഥിലമായി കൊണ്ടിരിക്കുന്നവർ പല സ്ഥലങ്ങളിൽ ഉറക്കെ പറയുന്നതിന്റെ ഭാഗമായി ഇതെല്ലാം കൂടി നാളെ ഒന്നിച്ചാൽ ഒരു വോട്ട് ബാങ്ക് ആവുമോ എന്ന സംശയമേ ഉള്ളൂ. ഏതായാലും നമുക്കൊരു വോട്ട് ബാങ്ക് ആവാൻ കഴിയില്ല. പക്ഷെ നമുക്ക് വാര്യരുടെ ശബ്ദം ഈ സമൂഹത്തിൽ വേറിട്ട് നിൽക്കണം. കൃഷ്ണകുമാർജിയെ പോലുള്ളവർ മറ്റ് ഉന്നതമായ വേദികളിൽ പറയുന്നതിന് വലിയ അർത്ഥങ്ങളുണ്ട്. ആ വാക്കുകളാണ് വാര്യർ സമാജത്തിന്റെ അഡ്രസ്. തീർച്ചയായും ഇവരുടെയൊക്കെ തണലിൽ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നാൽ, ഞാൻ പറഞ്ഞില്ലേ, ഈ കാലത്ത് ആകെ നമ്മുടെ ലോകത്തില്ലാത്തത് പോസിറ്റീവ് എനർജിയാണ്. എല്ലായിടത്തും നെഗറ്റീവ് എനർജി ഒരുപാടുള്ള ചുറ്റുപാടിലാണ് നമ്മുടെ വീട് ഉൾപ്പെടെ. അങ്ങോട്ട് പോവാൻ തോന്നുന്നില്ല എന്ന് ചിലർ പറയാം. വീട്ടിലേക്ക് രാവിലെ ജോലിക്ക് പോകാൻ വലിയ ഇഷ്ടമാണ്. അവിടെ നല്ല പോസിറ്റീവ് എനർജിയാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. പരസ്പരം കുറ്റം പറയാം, സാരി ഒന്ന് കാണിച്ചു കൊടുക്കാൻ, നന്നായി എന്ന് പറയാം, പണ്ട് അത്ര കിലോനാന്നൊക്കെ നോക്കാം. രസമാണ് കാര്യങ്ങൾ. വീട്ടിൽ വന്നാൽ തുടങ്ങി സ്വയക്കട്. അപ്പൊ അങ്ങോട്ട് പോകാനേ തോന്നുന്നില്ല എന്നാണ്. അങ്ങനെ തോന്നാത്തൊരു സ്ഥലമായി ഇവിടെ മാറാതിരിക്കട്ടെ. വാര്യർ സമാജം നമുക്കൊക്കെ പോകാൻ ഇഷ്ടമുള്ള, ഒരുമിച്ചിരിക്കാൻ ഇഷ്ടമുള്ള ഒരു ഇടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ 9ാം പിറന്നാൾ. 9 എന്ന് പറഞ്ഞാൽ വലിയൊരു കാലമൊന്നും ആയിട്ടില്ല. ഏതാണ്ട് ഒരു ലോവർ പ്രൈമറി ഘട്ടം കഴിയുന്നേ ഉള്ളൂ. 6 വയസ്സിലാണ് ഇപ്പൊ കുട്ടികളെയൊക്കെ 1ാം ക്ലാസ്സിൽ ചേർക്കുക. മോശമല്ലാത്തൊരു പീരീഡേ ആയിട്ടുള്ളൂ. തീർച്ചയായും ഈ കുഞ്ഞ് വളരെ മുന്നോട്ട് പോകും. കാരണം നമ്മൾ എന്തൊക്കെയാണെന്ന് ഇവർ പറയുന്നത് നമ്മളൊന്നുമല്ല. നമ്മൾ ചെയ്യുന്നത് സുരേഷിനെ പോലുള്ളവർക്കറിയാവുന്ന, അപ്പുവേട്ടനെ പോലുള്ളവർക്കറിയാവുന്ന, കൃഷ്ണകുമാർജിയെ പോലുള്ളവരെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയുന്ന, ഗോപകുമാറിനെ പോലുള്ളവർ ചെയ്യുന്ന, മുരളിയെ പോലുള്ളവർക്ക് അറിയാവുന്ന ഇവരുടെയൊക്കെ കഴിവുകൾ ഉപയോഗിക്കലാണ് ഈ സാരഥിയുടെ പണി. അല്ലാതെ നമ്മൾ നേരിട്ട് ചെയ്യാൻ തുടങ്ങിയാൽ, പണ്ടൊക്കെ നമ്മുടെ ജനറൽ സെക്രട്ടറിമാർ സമ്മേളനം നടക്കാൻ പോകുമ്പോൾ കടപ്പാരെ അന്വേഷിക്കാൻ പോകും, കൊടി എവിടെയെന്ന് അന്വേഷിക്കും, കൊടി തിന്നാൻ കൊടുത്തത് കട അടച്ചിട്ടുണ്ടാവും. നമ്മളൊക്കെ കണ്ട ഏറ്റുമാനൂരൊക്കെ പോയപ്പോ. എന്നിട്ട് കട കിട്ടിയിട്ടില്ല, രാവിലെ തുറക്കാൻ പോകും. ഇയാളെ കൊടി എടുത്ത് വരുമ്പോഴേക്ക് സമ്മേളനം തുടങ്ങും. പിന്നെ അത് കൊല്ലം വേണ്ട, അടുത്ത കൊല്ലം മതിയെന്ന് തീരുമാനിക്കും. ഇതൊന്നും മോശമായ കാര്യങ്ങളല്ല. ഇങ്ങനെ നഷ്ടപ്പെടുത്തിയിരുന്ന സമയം നമ്മൾ ആരോടെങ്കിലും കൊടി ഉണ്ടാക്കാൻ പറയും, വേറെ ആരോട് കുഴി കുത്താൻ പറയും. ഇന്നിപ്പോ ചെന്നപ്പോ തെങ്ങുമ്പിലാ കൊടി കയറിയിരിക്കണം മണ്ണാർക്കാട്. അത്ഭുതം തോന്നി. തെങ്ങുമ്പിൽ കൊടി കയറ്റം. സാധാരണ നമ്മള് കൊടിയേറ്റം പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ഞാനിത് ആദ്യമായിട്ടാണ് ഈ തെങ്ങുമ്പിൽ കയറ്റുന്നത്. അപ്പൊ നോക്കിയപ്പോ അവിടെ നമ്മുടെ ഏറ്റവും വലിയൊരു വൃക്ഷമാണ് കേരളത്തിലെ തെങ്ങ്. അപ്പൊ തെങ്ങുമ്പിൽ കയറ്റാൻ അവർ തീരുമാനിച്ചു. ഗംഭീരമായിട്ട് നമ്മുടെ വാര്യർ സമാജത്തിന്റെ കൂടി തെങ്ങുമ്പിൽ കയറ്റിയിട്ടാണ് വരുന്നത്. അപ്പൊ ഈ തരത്തിൽ ഭയങ്കര ചിന്തകളൊക്കെ ഉള്ള ആൾക്കാർ നമ്മുടെ ഇടയിൽ പലരുണ്ട്. ഇവിടെ തെങ്ങുമ്പിലാവില്ല, ചിലപ്പോ എവിടെയാണെന്ന് വെച്ചാൽ ആലോചിക്കുക. ഞാൻ പറഞ്ഞത് ചില സൂചനകൾ തന്നേ ഉള്ളൂ. അത്തരം ചില നല്ല ബുദ്ധിജീവികളോ ചിന്തിക്കുന്നവരൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ കയറി വന്നപ്പോൾ ചിന്തകളുടെ സ്വഭാവം മാറിയിട്ടുണ്ട്. സമാജം നന്നായി പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും നമുക്ക് ഏറെ മുന്നോട്ട് പോകാനുണ്ട്. ഇതിലേക്ക് എത്തേണ്ട പലരും ഇപ്പോഴും എന്തുകൊണ്ടോ അവരുടെ കുഴപ്പമല്ല, നമുക്ക് അവരെ സ്വീകരിക്കാനോ അവരെ നമ്മളുടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനോ അവരെ നമ്മുടെ വേദിയിലെത്തിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്ന സത്യം ഓർമ്മിച്ചുകൊണ്ട് കൃഷ്ണകുമാർജിയോടൊക്കെയുള്ള ഞങ്ങളുടെ അപേക്ഷ, അങ്ങനെ ഉള്ള ആരെയെങ്കിലും ഒക്കെ ഒന്ന് ചൂണ്ടിക്കാണിച്ചു തന്നാൽ നമ്മൾ അവരെ ചൂഷണം ചെയ്യല്ല, പരമാവധി ഈ സമുദായത്തിനോ സമാജത്തിനോ വേണ്ടി ഈ അർഹതപ്പെട്ടവർക്ക് വേണ്ടി ഉപയോഗിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് 9ാം പിറന്നാൾ ആഘോഷിക്കുന്ന കോയമ്പത്തൂർ യൂണിറ്റിന് എല്ലാ ഭാവുകങ്ങളും വാര്യർ സമാജത്തിന് നേരിടുന്നതോടൊപ്പം നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും അനുമതിയോടും അനുഗ്രഹങ്ങളോടും കൂടി കൃഷ്ണകുമാർജി ഉൾപ്പെടെ നമ്മളുടെ ഈ നിലവിളക്ക് കൊടുത്ത് ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഒരു വ്യക്തിയല്ല, പേരാരുടെയാവട്ടെ, സമാജം ഈ കൂട്ടായ്മ ഞങ്ങളെല്ലാവരും കൂടി വിളക്ക് കൊടുത്ത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഹരിപ്പാട് വെച്ച് നടക്കുന്ന വാർഷിക സമ്മേളനത്തിലേക്ക് 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനമാണ്. വളരെ വിപുലമായ സമ്മേളനമാണ്. ഒരുപക്ഷെ അതിന്റെ നടത്തിപ്പിൽ തന്നെ വലിയൊരു റോൾ വഹിക്കുന്നവരാണ് കോയമ്പത്തൂരുകാർ. ആ സ്പിരിറ്റിൽ ഡെലിഗേറ്റ്സ് ആരോ ആവട്ടെ മുഴുവൻ പേരെയും ഹരിപ്പാട്ടേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ ഞായറാഴ്ച നടക്കുന്ന വൈവാഹിക മാത്ര പോലെയുള്ള പരിപാടികളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. വാര്യർ സമാജത്തിന്റെ 7-8 വർഷമായി നിലനിന്നിരുന്ന ഒരു വലിയ അസുഖം, ആ അസുഖം നേരത്തെ ഞങ്ങളൊക്കെ കണ്ടെത്തിയിരുന്നു. ഓപ്പറേഷനൊന്നും കൂടാതെ തന്നെ ആ അസുഖം ചികിത്സിച്ച്
ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ ഭേദമാക്കുന്നതിന്റെ ഒരു പകുതി ഘട്ടം കഴിഞ്ഞു എന്നും വരുന്നൊരു മാസത്തിനകം അത് പൂർത്തിയാക്കുമെന്നും അറിയിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു.